കേരളത്തിൽ ആദ്യത്തെ, ഇപ്പോൾ ഇന്ത്യയിൽ ആദ്യത്തെ അവാർഡും നേടി മലയാളി യൂട്യൂബർ. ഇന്നത്തെ മലയാളികളുടെ ജീവിതത്തിന്റെ പ്രധാന കാര്യങ്ങളിൽ ഒന്നായി യൂട്യൂബ് മാറിയിരിക്കുന്നു. എന്തിനും ഏതിനും യൂട്യൂബ് എന്ന് കരുതുന്ന ഒരു കൂട്ടം ആളുകൾ നിലവിലുണ്ട്. സൂര്യന് കീഴെയുള്ള എല്ലാ കാര്യങ്ങളിലും ഉത്തരം യൂട്യൂബിൽ തിരയുന്നവർ ഏറെയാണ്. അതുകൊണ്ട് തന്നെ മലയാളത്തിൽ യൂട്യൂബ് ക്രിയേറ്റേഴ്സും നിരവധിയുണ്ട്. പ്രത്യേകിച്ചും കോവിഡ് കാലം മുതലിങ്ങോട്ട് യൂട്യൂബ് അതിന്റെ ക്രിയേറ്റേഴ്സിനെ ആദരിക്കുന്നത് യൂട്യൂബ് അവാർഡുകൾ നൽകിയാണ്. അത്തരത്തിൽ സിൽവർ പ്ലേ ബട്ടണും ഗോൾഡൻ പ്ലേ ബട്ടണും പല ക്രിയേറ്റേഴ്സിനും ലഭിച്ചതായി നമുക്കറിയാം. എന്നാൽ 10 മില്യൺ സബ്സ്ക്രൈബേഴ്സ് തികച്ച് ഡയമണ്ട് പ്ലേ ബട്ടന് അർഹത നേടിയ ചാനലുകളുടെ എണ്ണം വളരെ കുറവാണ്. മലയാളത്തിൽ ഇത് വിരലിൽ എണ്ണാവുന്ന അത്രയും മാത്രമാണ്. എന്നാൽ ഇതിൽ വ്യക്തിഗത ചാനലുകൾ അല്ലെങ്കിൽ കുടുംബ ചാനലുകൾ അതിലും കുറവാണ്. 50 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആകുന്ന ക്രിയേറ്റേഴ്സിന് യൂട്യൂബ് ചില സ്പെഷ്യൽ അവാർഡുകൾ നൽകാറുണ്ട്. അതിന് കൃത്യമായ രൂപങ്ങളൊന്നുമില്ല. ഓരോ ക്രിയേറ്റേഴ്സിനെ സംബന്ധിച്ചും അതിന്റെ രൂപം വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ ഈ അവാർഡിന് ഒരു മലയാളി യൂട്യൂബ് ഫാമിലി അർഹത നേടിയിരിക്കുന്നു. ഇവർ പുറത്തുവിട്ടിരിക്കുന്നതനുസരിച്ച് ഈ അംഗീകാരം ഇന്ത്യയിൽ നേടുന്ന ആദ്യ വ്യക്തിഗത ചാനൽ അല്ലെങ്കിൽ ഫാമിലി ചാനൽ ഈ ചാനലാണ്. ഇന്ത്യയിൽ ഇതിനു മുൻപേ ഈ നേട്ടം നേടിയെടുത്തത് കോർപ്പറേറ്റ് ചാനലുകൾ മാത്രമാണ്. മറ്റാരുമല്ല ഈ മലയാളി ചാനൽ. KL ബ്രോ, ബിജു ഋത്വിക് ചാനലാണ് ഈ നേട്ടം കൈവരിച്ച ചാനൽ. മലയാളികൾക്ക് ഏറെ സുപരിചിതമായ ഒരു ചാനലാണ് ഇന്ന് KL ബ്രോ, ബിജു ഋത്വിക്കിൻ്റെത്. വടക്കൻ കേരളത്തിന്റെ ഭാഷയും ജീവിതവും ഉൾച്ചേർന്ന മലയാളം ചാനൽ. തന്റെ സഹധർമ്മിണിയെ ബിജു കണ്ടെത്തിയത് കേരളത്തിന്റെ അതിരുകൾ കടന്ന് കർണാടകയിൽ നിന്ന്. അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ കന്നഡക്കരയുടെ വിശേഷങ്ങളും ചാനലിന്റെ ഭാഗമായി എത്തും. ലോങ് വീഡിയോകളും ഷോർട്ട് വീഡിയോകളും ഒരുപോലെ അപ്ലോഡ് ചെയ്യപ്പെടുന്ന ചാനലാണ് ഇവരുടേത്. ഇതിൽ സ്വാഭാവികമായും ഷോർട്ട് വീഡിയോകൾക്ക് റീച്ച് കൂടുതലാണ്. മറ്റൊരു കാര്യം, വീഡിയോകൾ പങ്കുവെക്കുന്നതിൽ സ്ഥിരതയാണ്. വളരെ വിരളം ദിവസങ്ങളിൽ ഒഴിവാക്കാനാവാത്ത സാഹചര്യങ്ങളിൽ ഒഴിച്ച് എല്ലാ ദിവസങ്ങളിലും കൃത്യസമയത്ത് ലോങ് വീഡിയോയും ഷോർട്ട് വീഡിയോകളും എത്തും. മറ്റൊരു കാര്യം, ഷോർട്ട് വീഡിയോകൾക്ക് ഇവർ മ്യൂസിക് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഭാഷയുടെ അതിർവരമ്പുകൾ വീഡിയോയ്ക്ക് റീച്ച് ലഭിക്കുന്നതിന് തടസ്സമാകുന്നില്ല. നിലവിൽ ചാനലിൽ 53.5 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും ഉയർന്ന സബ്സ്ക്രൈബേഴ്സ് ഉള്ള 75 യൂട്യൂബ് ചാനലുകളിൽ ഒന്നായി ചാനൽ മാറിയിട്ട് നാളുകളേറെയായി. എണ്ണം പറഞ്ഞ ലോകോത്തര ചാനലുകളുമായിട്ടാണ് ഇവരുടെ മത്സരം. ഈ ചാനൽ കുടുംബത്തിൽ ബിജു, ബിജുവിൻ്റെ അമ്മ, ഭാര്യ കവി, മകൻ ഋത്വിക്, ബിജുവിൻ്റെ സഹോദരിയുടെ മകൾ തുടങ്ങിയവരാണ് സ്ഥിരം മുഖങ്ങളെങ്കിലും ഇവരുടെ സഹോദരങ്ങളും ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം സാധാരണയായി വീഡിയോയിൽ എത്താറുണ്ട്. ഒരു പ്രൈവറ്റ് ബസ് ഡ്രൈവറാണ് ബിജു. യൂട്യൂബിൻ്റെ ഉയരങ്ങൾ കീഴടക്കുമ്പോഴും തൻ്റെ സമൂഹത്തെയും തൊഴിലിനെയും ഒപ്പം എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും ചേർത്ത് പിടിക്കാൻ അദ്ദേഹം മറക്കുന്നില്ല. ഈ അവാർഡ് ഡൽഹിയിൽ നടന്ന യൂട്യൂബ് ഇവന്റിലാണ് നൽകപ്പെട്ടത്. അതിനായി ഡൽഹിയിലേക്കുള്ള യാത്ര ഉൾപ്പെട്ട വീഡിയോയിൽ എയർപോർട്ടിൽ തങ്ങളെ കാത്തിനെ ബഡ്ജുമായി കാത്തു നിൽക്കുന്നവരെ കാട്ടി രാവിലെ ഒരു ബസ്സിൽ ജോലിക്ക് പോയിട്ട് മറ്റൊരിടത്ത് വൈകിട്ട് ഇതുപോലൊരു സ്വീകരണം ലഭിക്കാൻ തന്നെയും കുടുംബത്തെയും അർഹരാക്കുന്നത് തങ്ങളുടെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സ് ആണെന്ന് വികാരഭരിതനായി ബിജു പറഞ്ഞിരുന്നു. ഇതിലും കൂടുതൽ മുന്നേറാൻ ചാനലിനാവട്ടെ. തങ്ങൾക്ക് കിട്ടിയ ഈ അപൂർവ സമ്മാനം വളരെ വിശദമായി യൂട്യൂബ് വീഡിയോ ആയി തന്നെ ചാനൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. കൂടുതൽ അറിയാൻ KL ബ്രോ, ബിജു ഋത്വിക് എന്ന ചാനൽ സന്ദർശിച്ചോളൂ.